ജൂൺ 25 ചൊവ്വാഴ്ച. മത്തായി 7-ാം അധ്യായം 6-12 വരെയും വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിയരുത്. നായ്ക്കളും പന്നികളും നിങ്ങളുടെ നേരെ തിരിഞ്ഞേക്കാം, ഒരുപക്ഷെ അവ നിങ്ങളെ കീറി മുറിക്കുക പോലും ചെയ്തേക്കാം എന്ന് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബൈബിൾ കാലത്ത് നായ്ക്കളെ ഇന്നത്തെ രീതിയിൽ വളർത്തുമൃഗങ്ങളായി വളർത്തുന്നത് വളരെ വിരളമായിരുന്നു. ആടുകളെ മേയ്ക്കാൻ ജോലി ചെയ്യുന്ന മൃഗങ്ങളായി നായ്ക്കളെ ഉപയോഗിച്ചിരുന്നതൊഴിച്ചാൽ അവ മിക്കവാറും കാട്ടുമൃഗങ്ങളെപ്പോലെയായിരുന്നു. വൃത്തികെട്ടതും അത്യാഗ്രഹികളും മുറുമുറുപ്പുള്ളതും പലപ്പോഴും രോഗബാധിതയും ആയിരുന്നു അവർ അപകടകാരികളും നിന്ദിതരുമായിരുന്നു. ഒരു യഹൂദൻ ദേവാലയത്തിൽ യാഗമായി സമർപ്പിച്ച മാംസത്തിൻ്റെ കഷ്ണം ആ നായ്ക്കളുടെ അടുത്തേക്ക് എറിയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. പന്നികളെ യഹൂദന്മാർ അശുദ്ധിയുടെ പ്രതീകമായാണ് കണക്കാക്കിയിരുന്നത്. ഒരു യഹൂദൻ ഒരിക്കലും ഒരു പന്നിയെ വളർത്താൻ ശ്രമിക്കുമായിരുന്നില്ല. അവർ കണ്ട പന്നികളിൽ ഭൂരിഭാഗവും പട്ടണത്തിൻ്റെ അരികിലുള്ള മാലിന്യ കൂമ്പാരങ്ങളിൽ ഭക്ഷണം തേടുന്ന വന്യമൃഗങ്ങളായ നായ്ക്കളെ പോലെയായിരുന്നു. ആ പന്നികളും അത്യാഗ്രഹികളും ദുഷ്ടന്മാരും സാധാരണ നിലവാരമനുസരിച്ച് പോലും വൃത്തികെട്ടവയുമായിരുന്നു. നിങ്ങൾ അവർക്കും അവരുടെ ഭക്ഷണത്തിനുമിടയിൽ വന്നാൽ അവർ തിരിഞ്ഞ് കൊമ്പും കൂർത്ത കുളമ്പും കൊണ്ട് നിങ്ങളെ കീറി മുറിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ചില സത്യങ്ങളും മൂല്യങ്ങളും ദൈവത്തോട് പൂർണ്ണമായും വിരോധികളായ ആളുകളുമായി പങ്കിടുന്നത് ഭോഷത്വമാണ് എന്നാണ് യേശു പറയുന്നത്. അത്തരം ആളുകൾ ആത്മീയ നായ്ക്കളെയും പന്നികളെയും പോലെയാണ്. വിശുദ്ധവും നീതിയുമായ കാര്യങ്ങൾ അവ വിലമതിക്കില്ല. അവർ ദൈവവചനത്തിലെ വിശുദ്ധമായ മുത്തുകൾ, അതായത് ഏറ്റവും അപൂർവവും വിലപ്പെട്ടതുമായതാണ് മുത്തുകൾ. അപ്പോൾ വചനമാകുന്ന മുത്തുകൾ വിഡ്ഢിത്തമായും അപമാനമായും കണക്കാക്കും. നായ്ക്കളും പന്നികളും പ്രതിനിധീകരിക്കുന്നത് അവരുടെ വലിയ വൈകൃതവും അനാസ്ഥയും നിമിത്തം ദൈവത്തിൻ്റെ വിശുദ്ധവും അമൂല്യമായ വസ്തുക്കളെ തങ്ങളുടെ കാൽ കീഴിൽ ചവിട്ടിമെതിക്കുകയും ദൈവജനത്തിനെതിരെ തിരിയുകയും അവരെ കടിച്ചു മുറിക്കുകയും ചെയ്യുക എന്ന വ്യക്തികളെയാണ്. യേശു പിന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, മറ്റുള്ളവർ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അവരോട് പെരുമാറുക എന്നാണ്. ഈ വാക്കുകൾ എപ്പോഴും അത്ര ലളിതമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. നിങ്ങളെ അവഗണിക്കുന്ന ഒരാളെക്കുറിച്ചോ നിങ്ങളെ വിമർശിക്കുന്ന ഒരാളെക്കുറിച്ചോ ഓർക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ ഒത്തിരി ഉപദ്രവിക്കുന്ന വ്യക്തിയാകാം. ആ ആളിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക. എന്നാൽ യേശു ഇന്ന് നമുക്ക് നൽകുന്നത് ഒരു വിപരീത സാംസ്കാരിക സന്ദേശമാണ്. നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോടും പെരുമാറുക. പ്രിയപ്പെട്ടവരെ,
ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആത്മാർത്ഥമായ ബഹുമാനത്തോടെയും അംഗീകാരത്തോടെയും നിങ്ങളുള്ള താല്പര്യത്തോടെയുമാണോ? അങ്ങനെയെങ്കിൽ അതുപോലെ അവരോടും പെരുമാറാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.